ബ്യൂട്ടിഫുൾ സോൾസ്, എല്ലാവർക്കും നമ്മളുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്ന റീഡിംഗ് നിങ്ങളുടെ സോൾമേറ്റിൻ്റെ അതല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജിയാണ്, ആ ഒരു വ്യക്തിയുടെ ഫീലിങ്സ് ഒക്കെയാണ്. അപ്പോൾ ഈ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇതൊരു ജേണൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ഒരു ടൈംലെസ് റീഡിംഗും ആണ്. ജേണൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഇതെല്ലാവരുടെയും എനർജി ആയിട്ട് ഇത് മാച്ച് ചെയ്യണമെന്നില്ല. ടൈംലെസ് റീഡിംഗ് ആയതുകൊണ്ട് നിങ്ങളിത് എപ്പോഴാണോ കാണുന്നത് അപ്പോൾ മുതലാണ് ഇത് വാലിഡ് ആവുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. എല്ലാവരും മൈൻഡൊക്കെ വളരെ കാം ആൻഡ് ക്വയറ്റ് ആൻഡ് റിലാക്സ്ഡ് ആയിട്ടിരിക്കുക. നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന റീഡിങ് വെച്ചിട്ട് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് ഇഷ്ടമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു വ്യക്തിക്ക് ഉള്ളിൽ വളരെ സ്നേഹമുണ്ട് നിങ്ങളോട്. പക്ഷേ അയാളുടെ മൈൻഡിൽ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ ഒരു മാരേജോ അതല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ അടുത്ത നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ ആ ഒരു റിലേഷൻഷിപ്പ് കൊണ്ടുപോകണമെന്ന് ആ ഒരു പേഴ്സണ് നല്ലതുപോലെ ആഗ്രഹമുണ്ട്. അപ്പോൾ അതിനു വേണ്ടി അയാൾ ഒരുപാട് പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു പേഴ്സൺ വെച്ചാൽ വളരെ ഫാസ്റ്റായിട്ട് എന്തെങ്കിലും, അതായത് എസ്പെഷ്യലി നിങ്ങളുടെ കേസിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ അത് ഫാസ്റ്റായിട്ട് ചെയ്യണം, എടുക്കണം എന്നൊക്കെ ആഗ്രഹമുള്ള ഒരു പേഴ്സണാണ്. അപ്പോൾ ഈ ഒരു വ്യക്തി ഇപ്പോൾ നിങ്ങളുടെ ഒരു മാരേജാണ് നിങ്ങൾക്ക് സ്വപ്നം കാണുന്നെങ്കിൽ ആ ഒരു ഇതിലോട്ട് പോകാൻ വേണ്ടി ഒരു വ്യക്തി ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ചിലപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ ചിലപ്പോൾ ഒരു ഡിസ്റ്റൻസിലോ കുറച്ച് നാളത്തകത്ത് ആ ഒരു രീതിയിലൊക്കെ ഇരിക്കുന്ന ആൾക്കാരാണെങ്കിലും നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും നിങ്ങളോട് സംസാരിക്കാനൊക്കെ ആ ഒരു വ്യക്തി ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അവർ ഉടൻ തന്നെ ആ ഒരു അതായത് നിങ്ങളെ കോൾ ചെയ്യണം അല്ലെങ്കിൽ നിങ്ങളെ സംസാരിക്കാനൊക്കെ അയാൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു കോൾ ഉടൻ തന്നെ വരാനുള്ള ഒരു ചാൻസും ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ചില ആൾക്കാർക്ക് ഈ പറയുന്ന പോലെ മാരേജും കാര്യങ്ങളും ഒക്കെ അങ്ങനത്തെ ഒരു തരത്തിലാണ് നോക്കുന്നത്. അത് മാരേജ് മാത്രമല്ല, നിങ്ങളുടെ ലൈഫിൽ ഒരുമിച്ചിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് ആ ഒരു ഇതിലോട്ട് വരാൻ അയാൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അയാൾ അതിനു വേണ്ടി ഒരുപാട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ അയാളുടെ ഉള്ളിൽ നിങ്ങളോട് സ്നേഹമുണ്ടെന്ന് വെച്ചാൽ ആ ഒരു പേഴ്സണ് നല്ല രീതിയിൽ നിങ്ങളോട് സ്നേഹമുണ്ട്. അപ്പോൾ ഇനി നിങ്ങളുടെ ആ ഒരു ലൈഫിൽ നെക്സ്റ്റ് എന്താണോ നടക്കുന്നത് അതിനു വേണ്ടി അയാൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളോടത് പറയണം എന്നില്ലായിരിക്കും, അതല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ടൊക്കെ ഉണ്ടായിരിക്കാം ഇതിനെപ്പറ്റി. പക്ഷെ ഇപ്പോൾ അയാളുടെ ഉള്ളിൽ ഈ ഒരു കാര്യമാണ്, എങ്ങനെയെങ്കിലും നിങ്ങളോട് ഒപ്പമാവണം, നിങ്ങളുടെ അടുത്ത് വരണം എന്നൊക്കെയാണ് ഇപ്പോൾ ആ ഒരു പേഴ്സൻ്റെ മനസ്സിലുള്ളത്. എന്താണോ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു ആക്ഷൻ എടുക്കേണ്ടത്, ആ ഒരു കാര്യം ചെയ്യണം. അതാണിപ്പോൾ അയാളുടെ മനസ്സിൽ കൂടുതലും ഉള്ള ഒരു ചിന്ത എന്ന് പറയുന്നത്. ഈ ഒരു പേഴ്സണ് നിങ്ങളോട് ഒരുപാട് സ്നേഹമുണ്ട്, നിങ്ങളോടൊപ്പം വരണമെന്നും ഒക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ ചില സമയങ്ങളിൽ അതല്ലെങ്കിൽ ചിലപ്പോഴൊക്കെ അവരുടെ മനസ്സ്, അതായത് അവരുടെ മൈൻഡിൽ എന്തൊക്കെയോ ഒരുപാട് വിഷമങ്ങളുണ്ട്. അതായത് ചിലപ്പോൾ മേ ബി അയാൾക്ക് പാസ്റ്റിൽ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിന് മുന്നേ ഒരു അഫെയർ ഉണ്ടായിരിക്കാം. അതല്ലെങ്കിൽ അയാളുടെ പാസ്റ്റിൽ ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രോബ്ലം അയാൾ വളരെയധികം അലട്ടുന്നുണ്ട്. അപ്പോൾ ആ ഒരു അതായത് കൂടുതൽ അയാൾ പോസിറ്റീവും പുതിയ രീതിയിലോട്ടൊക്കെ നല്ല രീതിയിൽ വന്നാലും ചില സമയങ്ങളിൽ ആ ഒരു പെയിനും അതൊക്കെ അയാൾ ഒരുപാട് ഒരുപാട് നഷ്ടപ്പെട്ടതിൻ്റെ ആ ഒരു ഫീലിങ്സും സങ്കടമൊക്കെ ഇടയ്ക്കിടയ്ക്ക് ആ ഒരു പേഴ്സണിൽ വരാറുണ്ട്. അത് ചിലപ്പോൾ വേണമെങ്കിൽ ചില കാര്യങ്ങളിൽ ഇയാളുടെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടായിട്ടുള്ള മിസ്റ്റേക്ക് ആയിരിക്കാം. ഇതിപ്പോൾ ചിലപ്പോൾ അഫെയറിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ചിലപ്പോൾ ജോലി ആയിരിക്കാം, അതല്ലെങ്കിൽ എന്തെങ്കിലും ഫിനാൻഷ്യലി എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാക്കിയിട്ടുള്ള ഒരാളായിരിക്കാം, എന്തുമാവാം ലൈഫിൽ. അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവം ഈ ഒരു പേഴ്സൻ്റെ ലൈഫിൽ എന്തോ ഒരു നെഗറ്റീവ് ഇഷ്യൂ പാസ്റ്റിൽ വന്നിട്ടുണ്ട്, റിലേഷൻഷിപ്പ് മാത്രമല്ല ഏത് തരത്തിലും. അപ്പോൾ ആ ഒരു നെഗറ്റീവ് കാര്യത്തിനെ പറ്റി ഓർത്ത് ഇയാൾ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. ഇയാൾ ആ ഒരു തെറ്റിനെ പറ്റി ഇയാൾ ഒരു ഉള്ളിൽ തന്നെ ഒരു ഭാരം അയാൾക്ക് എപ്പോഴും ഉണ്ട്. ആ ഒരു പാസ്റ്റ് അതെപ്പോഴും ഇയാളെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഇയാളിപ്പോൾ ഈ ഒരു പേഴ്സൺ പാസ്റ്റ് റിലേഷൻഷിപ്പിലോട്ടും, അത് പാസ്റ്റ് എന്ന് വെച്ചാൽ ഇയാളുടെ ആ ഒരു പാസ്റ്റിലുണ്ടായിരുന്ന ആ ട്രോമയിലോട്ട് ഇയാൾ എപ്പോഴും പോയിക്കൊണ്ടിരുന്നാലും ഇപ്പോൾ വളരെ സന്തോഷിച്ചിരിക്കുകയാണെങ്കിലും പെട്ടെന്നായിരിക്കും ആ ഒരു ട്രോമയുടെ ഒരു അറ്റാക്ക് ഉണ്ടായത് അയാളുടെ മൂഡ് കംപ്ലീറ്റ്ലി പോകുന്നത്. പക്ഷേ ഇയാൾ അതൊക്കെ മാറ്റി ഇയാൾ ഹീൽഡായിട്ട് ഇയാൾ ഫ്രണ്ടിലോട്ട് നോക്കുവാണെങ്കിൽ ഇയാളെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാർ ഇയാളുടെ മുന്നിലുണ്ട്, നിങ്ങൾ ഉൾപ്പെടെ. അപ്പോൾ അത് അയാൾക്കറിയാം അത്. പക്ഷേ എങ്കിലും അയാൾ ഇടയ്ക്ക് പ്രോപ്പർലി ഹീൽഡ് അല്ലാത്തത് കൊണ്ടാണ് ആ ഒരു പ്രോബ്ലം പറ്റുന്നത്. ഇടയ്ക്ക്
ആ ഒരു പ്രോബ്ലത്തെ ഓർത്ത് അയാൾ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. പക്ഷേ അയാൾ കണ്ണ് തുറന്നൊന്നും നല്ലപോലെ കാണുമല്ലോ അയാളെ സ്നേഹിക്കുന്നത്. അതായത് ഇപ്പോൾ അയാൾ ഒരുപാട് സ്നേഹിക്കുന്ന നിങ്ങൾ ഉൾപ്പെടെ ഒരുപാട് ആൾക്കാർ, അയാളുടെ ഫാമിലി ആയിരിക്കാം, ഫ്രണ്ട്സ് ആയിരിക്കും, ഒരുപാട് പേര് അവിടെ വെയിറ്റിംഗ് ആണ്. അതിനെപ്പറ്റി ചില സമയത്ത് അയാൾ മറന്നുപോയി പാസ്റ്റിലോട്ട് പോയി ആ ഒരു വിഷമത്തിൽ ഒക്കെ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത്. ഈ ഒരു പേഴ്സൻ്റെ ഉള്ളിൽ ഈ ഒരു പാസ്റ്റ് ഹീൽഡ് അല്ലാത്തതൊക്കെ കൊണ്ട് തന്നെ ഒരു വല്ലാത്തൊരു സ്റ്റേജിലാണ് ഈ ഒരു വ്യക്തി പോകുന്നത്. അപ്പോൾ അയാളെ തന്നെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മേ ബി അയാൾ ചിലപ്പോൾ ഒരു സ്പിരിച്വൽ അവേക്കനിങ്ങിൻ്റെ ഒരു പാത്തിലായിരിക്കാം, അതല്ലെങ്കിൽ യൂണിവേഴ്സൽ തന്നെ അല്ല, ഏതെങ്കിലും ഒരു സ്പിരിച്വൽ ലൈനിലായിരിക്കാം. അപ്പോൾ അയാളെ തന്നെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അയാളുടെ ജീവിതത്തിൽ. അപ്പോൾ അയാൾക്ക് വേണ്ടിയുള്ള ആൻസേഴ്സിന് വേണ്ടിയാണ് അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ അതിൻ്റെ ഒരു പ്രോബ്ലം കൊണ്ടൊക്കെ ആയിരിക്കും നിങ്ങൾ തമ്മിലൊരു ഡിസ്റ്റൻസ് ഒക്കെ ഉണ്ടാവുന്നത്. അയാൾക്ക് ആളുടേതായിട്ടുള്ളൊരു ടൈം വേണം. ചിലപ്പോൾ എല്ലാവരുമായിട്ട് ഒക്കെ മാറി ആ ഒരു ഹീലിംഗ് അയാളുടെ എന്താണ് ഫേസ് ചെയ്യുന്നത് ആ ഒരു ഇതിന് വേണ്ടി അയാൾക്ക് കുറച്ചൊക്കെ എല്ലാവരിൽ നിന്നൊക്കെ മാറി അകന്നൊക്കെ ഇരിക്കാനൊക്കെ അയാൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ ട്രാവലിംഗ് ആഗ്രഹിക്കുന്നുള്ളൊരു ആളായിരിക്കാം. ചിലപ്പോൾ ഫ്രണ്ട്സുമായിട്ടൊക്കെ ട്രാവൽ ചെയ്യും, അതല്ലെങ്കിൽ ഒറ്റയ്ക്ക്, അതല്ലെങ്കിൽ ഏതെങ്കിലും അമ്പലങ്ങളിൽ, പള്ളികൾ, അതുപോലുള്ള കാര്യങ്ങളൊക്കെ വിസിറ്റ് ചെയ്യാനുള്ളൊരു ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇയാളുടെ ഒരു മൈൻഡിൻ്റെ ഒരു പീസിന് വേണ്ടി ഇയാൾ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അത് വേറൊന്നും കൊണ്ടല്ല, നിങ്ങളോട് ഇഷ്ടമില്ലാത്തത് കൊണ്ടൊന്നുമല്ല, അയാൾക്ക് ഒരു സ്പിരിച്വൽ അവേക്കനിങ് വരുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടി അയാളെ തന്നെ തേടി കണ്ടുപിടിക്കുന്ന ആ ഒരു സ്റ്റേജിലോട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ അതല്ലാതെ നിങ്ങളോട് അയാൾക്ക് സ്നേഹമില്ലാഞ്ഞിട്ടല്ല ഇപ്പോൾ ഡിസ്റ്റൻസ് കാണിക്കുന്നത്. അയാളുടെ ഇപ്പോഴത്തെ ഒരു സ്റ്റേജ് അതാണ്. അയാളുടെ ഒരു സോൾ സെർച്ചിങ്ങിനാണെന്ന് വേണമെങ്കിൽ പറയാം. മനസ്സിലായോ? അതായത് സോൾ സെർച്ചിങ്ങിലോട് നമ്മൾ വരുന്നതെന്ന് പറയുമ്പോൾ നമ്മളെ തന്നെ മനസ്സിലാക്കി നമ്മൾ ആ ഒരു ഇപ്പോൾ ചിലപ്പോൾ ഒരു ട്വിൻ സോൾ ആയിരിക്കാം ഇത്, അതല്ലെങ്കിൽ അത്രയും ഹയർ ലെവൽ ഓഫ് കണക്ഷനുള്ള ആൾക്കാരായിരിക്കാം. അപ്പോൾ നമ്മളുടെ ആ ഒരു ഇതും പിന്നെ അയാളെ തന്നെ ആ ഒരു ആത്മീയതയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയൊക്കെയുള്ള ആ ഒരു സോളിൻ്റെ ആ ഒരു സ്പിരിച്വൽ ലൈഫിലോട്ടുള്ള ഒരു കണക്ഷന് വേണ്ടിയുള്ളതൊക്കെയാണ് ഇപ്പോൾ അയാളുടെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഇത്ര നാളേരം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നിങ്ങളുടെ എനർജിയെ പറ്റിയാണ്. അപ്പോൾ നിങ്ങളെന്ന് പറയുന്നത് വളരെ ഡൗൺ ടു എർത്ത് ഒരു പേഴ്സൺ ആണ്. നിങ്ങൾക്ക് ഭയങ്കര എല്ലാവരെയും സ്നേഹിക്കാനും ഭയങ്കര സന്തോഷിച്ചും അതായത് മറ്റുള്ളവരെ ഉപദ്രവിക്കാതെയും വളരെ പ്ലസൻ്റായിട്ടൊക്കെ നടക്കുന്ന ഒരു പേഴ്സൺ ആണ് നിങ്ങൾ. അതുപോലെ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോട്, അതായത് നിങ്ങളുടെ പാർട്ട്ണറിന് നിങ്ങളോട് സംസാരിക്കുമ്പോൾ എടുക്കുമ്പോഴും ഒക്കെ ഒരു നമ്മൾ തിരിച്ച് വീട്ടിൽ വന്ന അങ്ങനത്തെയൊക്കെ അതായത് അയാൾ എന്തൊക്കെയോ ഉള്ളിൽ ഭയങ്കര ഒരു അറ്റാച്ച്മെൻറ്റ് നിങ്ങളോട് തോന്നുന്നുണ്ട്. വേറെ ആരോടും തോന്നാത്തതും ആയിട്ടും ഉള്ള കാര്യങ്ങൾ നിങ്ങളോട് ഭയങ്കര ഡെപ്തിൽ ആ ഒരു പേഴ്സണ് തോന്നുന്നുണ്ട്. അതുപോലെ ഈ ഒരു വ്യക്തിക്ക് നിങ്ങൾ ഭയങ്കര ഒരു സേഫ് പ്ലേസ് ആണ്. ഇപ്പോൾ എത്രയൊക്കെ നിങ്ങൾ ഡിസ്റ്റൻസിൽ പോയാലും എത്രയൊക്കെ സംസാരിക്കാതെ ഇരുന്നാലും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും അയാൾ നിങ്ങളെ വിളിക്കും. അതായത് കുറച്ച് ടൈം കളയുമ്പോൾ അയാൾ നിങ്ങളെ വിളിക്കും, അതല്ലെങ്കിൽ നിങ്ങൾ അയാളെ വിളിച്ച് സംസാരിക്കുമ്പോഴൊക്കെ അയാൾ വളരെ കൂളായി വളരെ സമാധാനത്തോടെ കൂടെയൊക്കെയാണ് സംസാരിക്കുന്നത്. ബിക്കോസ് നിങ്ങൾ തമ്മിലൊരു പാസ്റ്റ് ലൈഫ് സോൾമേറ്റ് കണക്ഷനൊക്കെ ഉള്ളത് കൊണ്ടാണ് ഈ ഒരു ബന്ധം ഇങ്ങനെ തന്നെ പോകുന്നത്. അതായത് നിങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പിരിഞ്ഞിരിക്കാൻ പറ്റില്ല. ആ ഒരു ഇതാണിപ്പോൾ 1-2 ദിവസം അല്ലെങ്കിൽ കുറച്ച് ദിവസം ഒക്കെ നിങ്ങൾ മിണ്ടാതിരുന്നാൽ നിങ്ങൾ തമ്മിൽ എങ്ങനെയെങ്കിലുമൊക്കെ കമ്മ്യൂണിക്കേഷനൊക്കെ ഉണ്ടാവും. അങ്ങനത്തെ ഒരു എനർജി, അതായത് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിലൊരു അറ്റാച്ച്മെൻ്റ് ഉണ്ട്. ഉള്ളിലറിയാം ഈ ഒരു റിലേഷൻഷിപ്പ് അവർക്ക് നല്ലൊരു സ്റ്റെബിലിറ്റിയും കാര്യങ്ങളും ഒക്കെ നൽകുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഭയങ്കര ലവിങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്, ഒരു മദർലി നേച്ചറാണ്. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ നിങ്ങളുടെ ഒരു എനർജിയും അവരുടെ എനർജിയും നല്ല രീതിയിൽ ബാലൻസ് ആവുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ തന്നെ ഇനിയും മുന്നോട്ട് പോകും. ഒരു പേഴ്സൺ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ട്രോമാസ് ചിലപ്പോൾ ഈ നമ്മളീ പറഞ്ഞ പാസ്റ്റ് ലൈഫ് പാസ്റ്റിലുണ്ടായിരുന്ന കാര്യങ്ങൾ, അതായത് ചിലപ്പോൾ ഫിനാൻസ് മാത്രമാവില്ല, റിലേഷൻഷിപ്പ് ആവത്തില്ല, ചിലപ്പോൾ ഇന്നർ വൂൺസ് ഒരുപാട് കാണും. ഇന്നർ ട്രോമാസ്, അതായത് ഇന്നർ ചൈൽഡ് വൂൺസ് ഒക്കെ ഫേസ് ചെയ്യുന്ന ഒരാളായിരിക്കും. ചിലപ്പോൾ ഫാദേഴ്സ് വൂണ്ട്, മദേഴ്സ് വൂണ്ട്, അതല്ലെങ്കിൽ അതുപോലുള്ള വൂണ്ടുകളൊക്കെ ഒരുപാട് ഫേസ് ചെയ്തിട്ടുള്ള ഒരാളായിരിക്കാം. അതൊക്കെ അയാൾ ഒരുപാട്, അതായത് അയാളുടെ മനസ്സ് നിങ്ങളെ കാണുന്നതിന് മുന്നേ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. വല്ലാത്തൊരു അലച്ചിലും വല്ലാത്ത ഒരു ടെൻഷനും അങ്ങനത്തെ രീതിയിലൊക്കെ പോയൊരു പേഴ്സൺ ആയിരിക്കും, അതായത് ഈ ട്രോമാസൊക്കെ കൊണ്ട്. പക്ഷേ ഇപ്പോൾ അയാൾ ആഗ്രഹിക്കുന്ന വളരെ കാമായിട്ടുള്ളൊരു ലൈഫും കാമായിട്ട് അതിൽ നിന്നൊക്കെ മാറി. അതാണ് നമുക്ക് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ആ ഒരു അവേക്കനിങ്ങിൻ്റെ സ്റ്റേജ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സണ് നല്ലൊരു ഹീലിംഗ് എനർജിയിലേക്ക് പോകുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇപ്പോഴത്തെ ഈ ഒരു കാർഡ്സിൽ. അപ്പോൾ അയാൾ ശരിക്കും പറഞ്ഞാൽ അയാൾ പണ്ട് ചെയ്ത
ട്രോമാസും അതുപോലെ തന്നെ എന്തെങ്കിലും വഴക്കോ കാര്യങ്ങളോ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ആൾക്കാരായിട്ടോ എന്തെങ്കിലും തരത്തിൽ തെറ്റിദ്ധാരണകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ മറതെ അയാളായിട്ട് ക്രിയേറ്റ് ചെയ്തും അയാൾക്ക് കിട്ടിയതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട്. അതൊക്കെ അയാൾ ഹീൽ ചെയ്ത് നല്ല ഒരു പേഴ്സൺ ആവാൻ വേണ്ടി അയാൾ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ അതിൻ്റെ ഒരു സ്റ്റേജാണ്. അപ്പോൾ ഒരു എന്താണ് അവേക്കണിങ്ങിൻ്റെ ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പിലോട്ട് അയാൾ കാല് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ചേഞ്ചസ് ഒക്കെയാണ് നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ വെറുതെ വഴക്കോ എന്തെങ്കിലും നിങ്ങൾ തമ്മിലുള്ള ആ ഒരു പ്രോബ്ലംസും അത്ര വലിയ രീതിയിലൊന്നും പോവാതെ നിങ്ങളും അത് മനസ്സിലാക്കി ഈ ഒരു റിലേഷൻഷിപ്പിനെ അതിൻ്റെ രീതിയിൽ കണ്ട് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യണമെന്നാണ് നമ്മളോട് യൂണിവേഴ്സ് പറയുന്നത്. പിന്നെ നിങ്ങളെന്ന് പറയുമ്പോൾ ആ ഒരു പേഴ്സൻ്റെ ടേണിംഗ് പോയിന്റ് ആണ്. അതായത് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിരിക്കുന്ന ഒരാളുടെ മുന്നിൽ നിങ്ങൾ ചെന്നപ്പോൾ അയാൾ ഇത്രയും നാളും ഫേസ് ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു കാര്യം കംപ്ലീറ്റ്ലി മാറി വേറൊരു തരത്തിലോട്ടാണ് നിങ്ങൾ വന്നതിന് ശേഷം കൊണ്ടുപോയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ യൂണിവേഴ്സായിട്ട് അയാളുടെ മുന്നിൽ അല്ലെങ്കിൽ അയാൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയായിട്ട് അയാളുടെ മുന്നിൽ കൊണ്ടുവന്നത് തന്നെയാണ് അയാൾ നിങ്ങളെപ്പറ്റി എപ്പോഴും ഓർക്കുന്നതും അതിനോട് അയാൾ വളരെ നന്ദിയുള്ളവനുമാണ്. അതായത് ആ ഒരു ചൈതന്യത്തിന് അയാൾ എപ്പോഴും ഒരു താങ്ക്സും കാര്യങ്ങളുമൊക്കെ പറയാറുണ്ട്. എല്ലാ റിലേഷൻഷിപ്പിലും പോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിലും പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ഇയാൾക്ക് മനസ്സിലാവുന്നുണ്ട്. കാര്യം എന്ന് വെച്ചാൽ എല്ലാത്തിനും ഒരു ബാലൻസിങ് ആണ് വേണ്ടത്. അപ്പോൾ ഒരേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടങ്ങളും കാര്യങ്ങളും എല്ലാം ഷെയർ ചെയ്ത് ഒരേപോലെ നിന്നാൽ മാത്രമേ നിങ്ങൾക്ക് എല്ലാ തരത്തിലും വളർച്ചയും കാര്യങ്ങളും അതുപോലെ തന്നെ അതൊരു ബാലൻസിങ് എനർജിയിൽ വന്നാൽ മാത്രമേ നിങ്ങളുടെ ലൈഫിൽ രണ്ടുപേർക്കും നല്ല തരത്തിലുള്ള ഗ്രോത്തും കാര്യങ്ങളും എല്ലാം തന്നെ വരത്തുള്ളൂ എന്ന് ആ ഒരു പേഴ്സൺ മനസ്സിലായിട്ട്. മിക്കവാറും ഈ ഒരു റീഡിങ് ചിലപ്പോൾ സോൾമേറ്റ് തന്നെ ആവണമെന്നില്ല. ചിലപ്പോൾ അതൊരു ട്വിൻ സോൾസ് ആയിരിക്കാം, അതല്ലെങ്കിൽ ഹയർ ലെവലിലുള്ള സോൾമേറ്റ്സ് ആയിരിക്കാം, അതല്ലെങ്കിൽ നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ നിങ്ങൾ അത്രയ്ക്കും ഇതായിട്ടുള്ള സോൾസ് ആയിരിക്കാം. അപ്പോൾ ശരിക്കും ഒരു ബാലൻസിങ് എനർജിയുടെ ഇതാണ് കാണിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ തരത്തിൽ ഡിസ്റ്റൻസും വഴക്കം ഉണ്ടെങ്കിൽ അതൊന്നും നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല. ഈ ഒരു റിലേഷൻഷിപ്പ് വളരെ സ്മൂത്തായിട്ട് പോകും. നിങ്ങൾക്കുള്ളതുപോലെ തന്നെ ആ ഒരു പേഴ്സൻ്റെ മൈൻഡിലും നിങ്ങളോട് വളരെയധികം സ്നേഹമുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ റീഡിംഗ് ഇവിടെ തീർന്നിരിക്കുന്നു. താങ്ക് യു മൈ സോൾ ഫാമിലി.